വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി പൊതുപരിപാടിയിലെത്തുന്നത്. അതിദാരിദ്ര്യമുക്ത കേരളമായുള്ള പ്രഖ്യാപനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തത് വലിയ ഉത്തരവാദിത്വമാണെന്ന് നടൻ മമ്മൂട്ടി പറഞ്ഞു. 8 മാസങ്ങൾക്ക് ശേഷമാണ് താൻ പൊതുവേദിയിലെത്തുന്നതെന്നും കേരളത്തിന് തന്നേക്കാൾ ചെറുപ്പമാണെന്നും മമ്മൂട്ടി പറയുന്നു. കേരളപ്പിറവി ദിനമായതിൽ സന്തോഷമുണ്ട്. ഇനി ദാരിദ്ര്യത്തെ അതിജീവിക്കേണ്ടതുണ്ട് എന്നും അതിനായി തോളോട് തോൾ ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാമെന്നുമാണ് മമ്മൂക്ക പറഞ്ഞത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നത്. അതിദാരിദ്ര്യം മാത്രമേ മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ അതിജീവിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ കേരളം അതിജീവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ദാരിദ്ര്യത്തെ അതിജീവിക്കുവാനും നമുക്ക് കഴിയും. 8 മാസമായി ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഒരു പൊതുവേദിയിലും പങ്കെടുത്തിരുന്നില്ല. ഞാൻ ഇപ്പോൾ വരുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ കാണാനായി. കേരളം പല കാര്യത്തിലും മാതൃകയാണ്. രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ വികസിക്കുന്നില്ല. വികസിക്കേണ്ടത് സാമൂഹിക ജീവിതമാണ്. അതിനായി ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടണം. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ അപൂർവമായിട്ടേ ഉള്ളൂ. നമുക്ക് തോളോട് തോൾ ചേർന്ന് ദാരിദ്ര്യത്തെ നേരിടാം. അങ്ങനെ ദാരിദ്ര്യത്തെ അതിജീവിപ്പിക്കാം. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുന്നിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വിശക്കുന്ന വയറുകൾ കണ്ട് തന്നെയാണ് വികസനം യാഥാർത്ഥ്യമാക്കേണ്ടത്. ഇന്നത്തെ ഈ പ്രഖ്യാപനം അതിനുള്ള മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു. കേരളപ്പിറവി ദിനാശംസകളും ഇന്ന് ജനിച്ചവർക്ക് ജന്മദിനവും ആശംസിച്ചുകൊണ്ടാണ് മമ്മൂട്ടി പ്രസംഗം അവസാനിപ്പിച്ചത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള സർക്കാർ പ്രഖ്യാപനങ്ങളെ വിമർശിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സ്വാഭാവികമായും രംഗത്തെത്തി. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം സർക്കാർ പ്രചാരണത്തിനുള്ള ഉപാധിയാണെന്നും ഇതിനായി കേരളത്തിന് പുറത്ത് 10 കോടി രൂപ പരസ്യത്തിന് ചിലവാക്കിയെന്നുമാണ് സണ്ണി ജോസഫിന്റെ ആരോപണം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മഹാനടന്മാർ സർക്കാരിന്റെ വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കരുത് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ വിമർശനം. മഹാനടന്മാർക്ക് ഇതേക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായില്ലായിരിക്കാം. തിരക്കുള്ള ആളുകളല്ലേ എന്നാണ് സണ്ണി ചോദിച്ചത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന സമ്മേളനത്തിലേക്ക് നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ തുടങ്ങിയവരെ ക്ഷണിച്ചിരുന്നു. വ്യക്തിപരമായ അസൗകര്യങ്ങളെ തുടർന്ന് മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. മമ്മൂട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനിടെയാണ് നടന്മാരെ വിമർശിച്ചുകൊണ്ടുള്ള സണ്ണി ജോസഫിന്റെ പ്രതികരണവും എത്തുന്നത്. സണ്ണി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ദാരിദ്ര്യമുക്ത കേരളം അത് നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്, നല്ലൊരു ഇതാണ്. അതിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതിൻ്റെ എല്ലാ രീതി വശങ്ങളും അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകണം. ഞാൻ എന്താണ് പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തെ മുഖ്യനും എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദാരിദ്ര്യം ഇല്ലാതാക്കണം, അത് ശരിയാണ്. അതിനെ കോടികൾ ചെലവഴിച്ച് ഒരു പരിപാടി നടത്തുന്നതിൽ നല്ലത് ആ കോടികൾ എടുത്ത് ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയോ ഈ വിവാഹം കഴിപ്പിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് അതിന് കൊടുക്കുകയോ, പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പിള്ളേർക്ക് കൊടുക്കുകയോ, ഏതെങ്കിലും അസുഖബാധിതർക്ക് നൽകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ മുഖ്യ? അതിദാരിദ്ര്യമൊക്കെ ശരിയാണ്. നിങ്ങൾ കോടികൾ ചെലവാക്കി ഈ പരിപാടി അവതരിപ്പിച്ചാലൊന്നും അട്ടപ്പാടിയിലും മറ്റ് ആദിവാസി കോളനികളിലും ഒക്കെ ചെന്ന് നോക്കിയാൽ അവിടുത്തെ അതിദാരിദ്ര്യമൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഈ എന്താ പറയുക, ആദിവാസികൾക്ക് ബജറ്റിൽ അനുവദിച്ച പണം കൃത്യമായി അവർക്ക് എത്തുന്നുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അവരുടെ കൈകളിലൊന്നും ഈ കോടികളൊന്നും എത്തുന്നില്ല. ഓരോ ബജറ്റിലും വകമാറ്റുന്നത് കോടികളുടെ പൈസയാണ് ആദിവാസികൾക്ക്, കാടിന്റെ മക്കൾക്ക്. ആ കാടിന്റെ മക്കൾക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഇവിടെ വീടില്ലാതെ ഈ ടാർപ്പാളിൻ കെട്ടിക്കൊണ്ട് അതിൻ്റെ അടിയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഒരു എന്താ പറയുക, ഒരു ചാനൽ പരിപാടിക്ക് എത്തിയ ഒരു സ്ത്രീ, അവരുടെ പേര് സുധി അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്. ആ ഒരു സ്ത്രീ അവരുടെ വീടല്ല, അത് വീടാണോ വാടകയ്ക്ക് താമസിക്കാൻ എനിക്കറിയില്ല. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. 3 മക്കള് വെള്ളത്തിൽ ചവിട്ടി വൃത്തിയില്ലാത്ത സാഹചര്യത്തിലൂടെ നടന്നൊക്കെ വേണം വീടിനകത്ത് എത്താൻ.
ആഹാരം ഉണ്ടാക്കുന്നത് തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യത്തിലൊക്കെയാണ്. കാരണം അവരുടെ നിവർത്തികേടാണ്. അവര് പിന്നെ ഈ നട റോഡിലും കടത്തണിയിലും ഒക്കെ കിടന്ന് ജീവിച്ച സ്ത്രീയാണെന്നാണ് അവര് പറയുന്നതിലൂടെ എനിക്ക് മനസ്സിലായത്. ഇപ്പൊ അവരുടെ ജീവിതമൊക്കെ അവർ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് അവരുടെ ജീവിതമൊക്കെ മെച്ചപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. ഒരുപാട് ആളുകൾ വാഹനങ്ങളിൽ കിടന്നുറങ്ങാം, മക്കളെ കൊണ്ട് പിന്നെ ചെന്ന് കയറാൻ ഒരു ഇടമില്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്ന അമ്മമാരുണ്ട്. അത്തരത്തിൽ എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ കാരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പറയാം. അതിദാരിദ്ര്യം ഇല്ല, ദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. മമ്മൂട്ടി പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഈ വേദിയിലിരുത്തി മുഖ്യനെ വലിച്ചു കീറി ഒട്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇമാതിരി പരിപാടികളും കൊണ്ട് മേലാൽ എന്നെ വിളിക്കരുത്, എന്നെ വിളിച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പിന്നെ മറുപടി ഇങ്ങനെ ആയിരിക്കുമെന്ന് മമ്മൂട്ടി പറയാതെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വികസനം വച്ചാൽ ആരുടെയും വയറ് നിറയില്ല എന്നൊക്കെ അദ്ദേഹം പിണറായിയെ വേദിയിലിരുത്തി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പിണറായി കേൾക്കാൻ വേണ്ടി തന്നെയാണ് അത് മമ്മൂട്ടി കൃത്യമായി പറഞ്ഞത്. എന്തായാലും ഈ വികസനങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, അതില്ല എന്നൊന്നും പറയുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പിനെ നേരിടാനായി സർക്കാരുകൾ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയും. പിന്നെ കോടിക്കണക്കിന് കടമാണെങ്കിലും ഖജനാവ് നിറഞ്ഞു തുളുമ്പുകയാണെന്ന് പറയും. പിന്നെ ഇപ്പൊ തന്നെ 1600 2000 ആക്കി. 2500 എന്ന് പറഞ്ഞത് ഇതുവരെ അങ്ങോട്ടേക്ക് എത്തിയില്ല 10 വർഷമായിട്ടും. ക്ഷേമ പെൻഷൻ 2500 എന്നാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് പറഞ്ഞത്. അതിപ്പോ 3 ആവാൻ പോകുന്നു. എന്നിട്ടും 500 ഇതുവരെ എത്തിയില്ല, 2 വരെ എത്തിയിട്ടുള്ളൂ. അതുപോലും കൊടുക്കണമെങ്കിൽ ഇനി ഇപ്പൊ PM-ശ്രീയുടെ മുന്നിൽ ചെന്ന് ഒപ്പിട്ട് ഈ കുനിഞ്ഞു നിന്നത് ആ പണം ഫണ്ട് കിട്ടിയാലേ ഈ പെൻഷനും മറ്റേ ശമ്പളവും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും. കാരണം അടുത്ത് കയറണമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈ അതിദാരിദ്ര്യമുക്തമായി എന്നൊക്കെ പറഞ്ഞാല് മുഖ്യൻ ഉദ്ദേശിച്ചത് ഏത് രീതിയിലാണ് അതിദാരിദ്ര്യമുക്തമായി എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല. പറ്റുമെങ്കിൽ സമയം കിട്ടുമ്പോൾ ഈ മുഖ്യമന്ത്രി പദവിയൊക്കെ ഒഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോ പതുക്കെ ആ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആ കണ്ണൂര്, ഇപ്പൊ കണ്ണൂരാണ് താമസിക്കുന്നത്, കണ്ണൂര്, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത്, ആ പല സ്ഥലങ്ങളിൽ നമ്മുടെ ആ വലിയൊരു ഫേമസ് ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെയൊക്കെ പോയി, ഫേമസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പിന്നെ വികസനത്തിന്റെ കാര്യത്തിലൊന്നുമല്ല, പണ്ട് ഗുണ്ടകളൊക്കെ വിളയാടിയിരുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്, പക്ഷെ സ്ഥലത്തിന്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെയൊക്കെ പോയി ഒന്ന് വെറുതെയൊക്കെ ഒന്ന് നോക്കണം, എങ്ങനെയാണ് അവിടെ ജനങ്ങൾ താമസിക്കുന്നതെന്നും എങ്ങനെയാണ് അവിടുത്തെ ജീവിത രീതിയെന്നും അവരുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എന്നുള്ളതും ഒക്കെ ഒന്ന് ചിന്തിക്കണം. കേരളയിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വലിയ മെട്രോ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ വികസനം വരണം അതില്ലാതൊന്നും പറയുന്നില്ല, ഇതൊക്കെ വേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ വന്നതുകൊണ്ട് ജനങ്ങളുടെ വിശപ്പടങ്ങും, അവരുടെ ദാരിദ്ര്യം തീരും എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. മുഖ്യ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഒരു മയത്തി തള്ളണ്ടേ.